കയറി വാ മതി. അമ്മ രാവിലെ ബാത്റൂമിലൊന്ന് വീണു. ആസ്പത്രി ഉടനെ കൊണ്ടുപോയി. വലത് കാലിൽ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന ഡോക്ടർ പറയുന്നത്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? പ്ലാസ്റ്റർ ഇട്ട് കിടത്തിയിരിക്കുക. ചിലപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന ഡോക്ടർ പറയുന്നത്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അമ്മയടുത്ത് ആരുണ്ട്? ഇളയവനും ഭാര്യയും അവിടെ ഉണ്ട്. ഞാൻ നിന്നെ പലവട്ടം വിളിച്ചു, എന്നിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാ, നമുക്ക് പോകാം. അയ്യോ അച്ഛൻ, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോട്ടൻ വരും, അതാ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോട്ടനോ? അതാരാ? അപ്പോ അതാരാന്ന് പറഞ്ഞു? അയ്യോ അതെ, ദുബായില് അശോകന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാ. അപ്പൊ എന്നോട് ഫോൺ ചെയ്തപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാ. അമ്മ കിടന്ന കിടപ്പില, നീയും കൂടി വന്നാലേ പറ്റൂ. അല്ല, അപ്പു എപ്പോ വരും? ഉടനെ വരാമെന്നാ പറഞ്ഞത്. അവിടുന്ന് പോന്നിട്ടുണ്ട്. നന്നായി, അപ്പു വരട്ടെ. എനിക്ക് അവനെ ഒന്ന് കാണാലോ. എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടി ആസ്പത്രിയിലേക്ക് പോകാം. അല്ലച്ച, അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. അച്ഛൻ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ. ആ, നീ ഇച്ചിരി വെള്ളം ചൂടാക്ക്. ഞാനൊന്ന് കുളിച്ചില്ല. ഇയാൾ കുടുംബ കലക്കണ ലക്ഷണാണല്ലോ. അച്ഛൻ എന്ത് വർത്താനം വെച്ച് പറഞ്ഞത്? അച്ഛൻ ആശുപത്രി പോകാൻ നോക്ക്. ഒരു ദിവസം കുളിച്ചില്ലെന്നും പറഞ്ഞ് ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. വേണ്ടെങ്കി വേണ്ട, എനിക്ക് വിശക്കുന്നു മോളെ. കുറച്ച് ചോറെടുത്തേ. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. എന്റെ അച്ഛ, തലവേദനയും പനിയായിട്ട് ഞാൻ ഇന്ന് കിടപ്പിലായിരുന്നു. ഇപ്പൊ എണീറ്റേ ഉള്ളൂ. ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അച്ഛൻ പോണ വഴിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കച്ച. ആ, ചെറുക്കാൻ പറഞ്ഞതേ വൈകുന്നേരം നിന്നെയും കൂട്ടി ചെന്നാ മതി എന്നാ. കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നേ. അവൻ അതല്ല, അതിന്റെ അപ്പുറം പറയും. അവിടെ ഒരു ആവശ്യം വന്നാൽ ആള് വേണം. അച്ഛൻ പെട്ടെന്ന് പോകാൻ നോക്ക്. ആ, എന്നാ അതാ നല്ലത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഒന്ന് മയങ്ങിയിട്ട് പോകാം. ഇയാളെന്റെ പുക കൊണ്ടേ അടങ്ങും. അച്ഛന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പോയാ മതി. എല്ലാം എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞതാ ശരി. ദേ, അപ്പു വരുമ്പോ ഞാൻ തിരക്കൊന്ന് പറയണം കേട്ടോ. അച്ഛൻ പോവാ. ശരി.